ഹലോ. അങ്ങനെ ഇതേ മൂന്നാമത്തെ ദിവസം എനിക്കറിയാം ഒരുപാട് ഡിലേ ആയെന്നറിയാം. അതിനുള്ള കാരണം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ നേരെ ബാങ്കോക്കിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ സഫാരി പാർക്കിൽ കയറി കേട്ടോ. ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡ്രൈവർ നമ്മൾ ഈ ട്രാവൽ എക്സീസ് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ അവരുടെ കൂടെ പോയിട്ട് എല്ലാം ഞങ്ങൾക്ക് പക്കയായിട്ടൊക്കെ ചെയ്തു തന്നു. മക്കാവോ കിളികളെ കണ്ടു, മിനി പോണീനെ കണ്ടു. പിന്നെ മെയിനായിട്ട് അവിടെ ഉള്ളത് ഈ ഒരുപാട് ഷോസ് ഉണ്ട് മൃഗങ്ങളുടെ. പിന്നെ ക്രോക്കഡൈലിൻ്റെ ഇത് കണ്ടു. ക്രോക്കഡൈലിൻ്റെ കണ്ട് ശരിക്കും ഞങ്ങൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഈ ഒരു സംഭവം ഒറിജിനലാണെന്നാണ് ശരിക്കും ഞാൻ വിചാരിച്ചത്. ശരിക്കും അവരത് ചെയ്ത് വെച്ചേക്കുന്നത് കറക്റ്റ് ഒരു ഒറിജിനൽ ക്രോക്കഡൈൽ പോലെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒറാങ്കുട്ടാനെ കണ്ടു. പിന്നെ മിനി ടോട്ടോയിസിനെ കണ്ടു. പിന്നെ സഫാരി പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഇതിനും തായ് ബാത്തുകൾ കൊടുക്കണ അനുസരിച്ച് മൃഗങ്ങളെ ഫീഡ് ചെയ്യാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും കേട്ടോ. കാരണം ഓരോന്നിനും ഓരോ ഇതാണ്. ഇപ്പോൾ ഫീഡ് ചെയ്യുന്നതിന് നമ്മൾ ടിക്കറ്റ് ചാർജ് കൂടാണ്ട് അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ക്യാഷ് എടുത്തിട്ട് വേണം ഫീഡിങ്ങും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ മൃഗങ്ങളുടെ കൂടെ ചെയ്യാൻ. ദൈവട്ടി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു സംഭവം ഭയങ്കര കൗതുകമായിട്ട് തോന്നി എനിക്ക്. നമ്മൾ ഇരിക്കുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നുണ്ടോ. ശരിക്കും ദൈവട്ടിക്ക് ആദ്യം പേടിയായിരുന്നു. പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോളും കൂടി പോയിരുന്നാണ് കേട്ടോ. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് വീണ്ടും തല നേരെ വയ്ക്കും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആനിമലാണ്. ഇതിൻ്റെ ശരിക്കും പേരെനിക്കറിയില്ല. അങ്ങനെ രാവിലെ 10:30, 11 അടുപ്പിച്ച് ഞങ്ങൾ ഒറാങ്കുട്ടാൻ ഷോയ്ക്ക് പോയി. ഒറാങ്കുട്ടാൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ഷോസ്. ഒരു സ്റ്റോറി ബോർഡ് പോലെയായിരുന്നു ഓരോ കാര്യങ്ങൾ അവർ ചെയ്തത്. കറക്റ്റ് എക്സസൈസ് ചെയ്യിക്കുന്നത്, ഒരുപാട് ചിരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ഈ ഷോ കാണാൻ വേണ്ടി മാത്രമായിട്ട് വരുന്നവരുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഓരോ ഷോയും കാര്യങ്ങളും. എലിഫൻറ്റ് ഷോ ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, ഒരുപാട് സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയ സമയത്ത്. ഈ ഒരു എലിഫൻറ്റ് വരച്ച പിക്ചർ കണ്ടില്ല, ഇത് ഭയങ്കര യൂണീക്കായിട്ട് തോന്നിയൊരു സംഭവം ഉണ്ടാകും. കാരണം അവരത് ഈ എലിഫൻറ്റ് വരച്ച് കഴിഞ്ഞതിന് ശേഷം അവരത് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർ അതിനനുസരിച്ച് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. കാരണം എലിഫൻറ്റിൻ്റെ അല്ലേ അത്, ഡ്രോയിങ് എന്നൊക്കെ റെയറായിട്ട് കിട്ടുന്നതല്ലേ. അങ്ങനെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള എലിഫൻറ്റ് ഷോ കണ്ടു. ഓരോ ടൈമിനനുസരിച്ചാണ് ഇവിടെ ഓരോ ഷോ കേട്ടോ. 11:30, 11 ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ശരിക്കും അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഈ കാണുന്ന ഷോസൊക്കെ. കാരണം ടിക്കറ്റ് ചാർജിൻ്റെ കൂടെ തന്നെ ഈ ഷോകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ടിക്കറ്റ് ചാർജിൽ അത് ഉൾപ്പെടുന്നുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കാണാം. ഇത് സംഭവം ശരിക്കും ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീലായിരുന്നു കേട്ടോ. കാരണം മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും നനഞ്ഞു. കാരണം ഞാൻ യൂട്യൂബിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ഷോയൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ല, ക്യാമലിന് മിൽക്ക് കൊടുക്കാനായിട്ട് അതിന് സെപ്പറേറ്റ് തായ് ബാത്ത് കൊടുക്കണം. ഞങ്ങളാകെ ഫീഡ് ചെയ്ച്ച ആൾക്കാർ വരാൻ കേട്ടോ. ഈ കൊയ്ക്കാർപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ ശരിക്കും പറഞ്ഞാൽ. ദൈവട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. ശരിക്കും അവൾക്ക് ഇങ്ങനെയുള്ള പെറ്റിൻ്റെ കൂടെയൊക്കെ കളിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടെ തന്നെ ഫുഡൊക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പോയത് ഡോൾഫിൻ ഷോയാണ്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സഫാരി പാർക്കിലേക്ക് കയറി. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ പുറത്തും മനുഷ്യരൊരു വണ്ടിയുടെ ഉള്ളിൽ നമുക്ക് കിടന്നിട്ട് എല്ലാം കാണാതെ ടൈഗർ, ബെയർ, ബഫല്ലോ, സീബ്ര കാട്ടിൽ അവർ കിടക്കുന്നത് എങ്ങനെ അതുപോലെ നമുക്കെല്ലാം വണ്ടി ഇരുന്നൊക്കെ കാണാൻ പറ്റും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ബാങ്കോക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി രാത്രി പോയതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പട്ടായയാണ് നൈറ്റ് ലൈഫിൽ. ബാങ്കോക്ക് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാൻ നല്ലതാണ്. പക്ഷേ പട്ടായയുടെ അത്ര ഒരു വൈബ് ബാങ്കോക്കിൽ എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. അങ്ങനെ ഞങ്ങളിതേ അവിടെ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. ഫുഡെന്ന് പറയുന്നത് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളൊക്കെ ഉണ്ട് ഞാനവിടെ എക്സ്പ്ലോർ ചെയ്തത്. ഫ്രൂട്ട്സാണ് മെയിനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കര ഫ്രഷായിട്ട് ഉള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് കേട്ടോ അത്. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തായിരുന്നു റൂം. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം വെച്ചിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും കറങ്ങിക്കൊണ്ടിരുന്നത്. വഴിതെറ്റി പോകാൻ പാടില്ലല്ലോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഫുഡൊക്കെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഒരു ഹോട്ടലിൽ ട്രാവൽ എക്സീസ് ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർത്ത് ഇന്ത്യൻ ഫുഡായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടാൽ അറിയാമല്ലോ, ഇത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, സാലഡുകൾ. പിന്നെ ഈ ഒരു ഫ്രൂട്ടാണ് ദൂറിയാൻ ഫ്രൂട്ട്. ഇതെന്ന് പറയണത് ഭയങ്കര സ്മെല്ലാണെന്നാണ് പറയണത്. പക്ഷേ നല്ല റേറ്റും വരുന്നുണ്ട് ഇതിന്. അങ്ങനെ ഞങ്ങളിത് അവിടെ കുഞ്ഞു ഓട്ടോറിക്ഷകൾ, ടുക്ക് ഇതിലാണ് ആൾക്കാർ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത്. ഞങ്ങൾക്ക് നടക്കാനൊരു ഇതായതുകൊണ്ട് ചുറ്റും നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വൈകണ കാര്യം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് അതിന് കുറച്ച് ടൈം വേണം. സത്യം പറഞ്ഞാൽ അതാണ്. കാരണം അവളുടെ മുന്നേ വെച്ച് ഇതൊക്കെ എഡിറ്റ് ചെയ്യാൻ നിന്നാൽ ആൾ വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ സൗണ്ട് ഉണ്ടാക്കും. ഇപ്പോൾ അവൾ ഉറങ്ങിയ ഗ്യാപ്പിലാണ് ഞാൻ ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. ഹോട്ടലുകളിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ പറഞ്ഞ ദൂറിയാൻ ഫ്രൂട്ട്, ഈ പറഞ്ഞ ലീഫ്, മറ്റേ കഞ്ചാവിൻ്റെ ലീഫ്, മറ്റേ സ്മോക്കിങ് അതൊന്നും സമ്മതിക്കില്ല കേട്ടോ. അവരത് മുന്നേ തന്നെ ദൂറിയാൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും അതിൻ്റെ അകത്ത് കയറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല അത്ര സ്മെല്ലുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഇനി 4ാമത്തെ ദിവസവും 5ാമത്തെ ദിവസവും കൂടി ഉണ്ട്. അത് രണ്ടും കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.